ഹായ് മക്കൾ, സോ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇവിടെ തന്നിട്ടുള്ള രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്. 7 × 11 × 13 + 13 എന്നുള്ളതും 7 × 6 × 5 × 4 × 3 × 2 × 1 × 5 + 5 എന്നുള്ള നമ്പറും കോമ്പോസിറ്റ് ആണെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് കോമ്പോസിറ്റ് ആയതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോ ഇപ്പോൾ ഇതിന് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്താണ് ഓർമ്മയുള്ളത്? കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും, ദാറ്റ്സ് കോമ്പോസിറ്റ് അല്ലേ? പ്രൈമും കോമ്പോസിറ്റൊക്കെ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺലി 2 ഫാക്ടേഴ്സ് അല്ലേ? ഒന്ന് 1 ആയിരിക്കും ആൻഡ് അനദർ നമ്പർ, ഏതൊരു നമ്പറാണോ ദി നമ്പർ ഇറ്റ് സെൽഫ് ഇസ് ദ അനദർ ഫാക്ടർ. ഇങ്ങനെ ഓൺലി 2 ഫാക്ടേഴ്സ് മാത്രം വന്ന പ്രൈം, മോർ ദാൻ 2 ഫാക്ടർ വന്ന കോമ്പോസിറ്റ്. 1 എന്ന് പറയുന്നത് കോമ്പോസിറ്റും അല്ല പ്രൈമും അല്ല, യൂണിക്കാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് കോമ്പോസിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഇസ്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് അതേ രൂപത്തിൽ എടുത്തിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താണ്? 7 × 11 × 13 + 13 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? ഇവിടെ നോക്കിയേ, ഇത് കംപ്ലീറ്റ് ഒരു ടേം, ഒരു പാർട്ടാണ്. ഈ പ്ലസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ടേംസിന് ഡിഫർ ചെയ്യുക പ്ലസ്സും മൈനസും ഉണ്ടാകുമ്പോഴാണ്. ഇതുപോലെ ഇൻറ്റു ഓർ ഡിവിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ടേം ആയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഇതൊരു സെറ്റാണ്, ഇത് അടുത്തൊരു സെറ്റാണ്. ഒരു രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 13 ഉണ്ട്. അപ്പോൾ ആ 13നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ 13നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് 7 × 11, സോ 7ഉം അതുപോലെ തന്നെ ഇട്ടോട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഇൻറ്റു 13, ഈ 13 നമ്മൾ പുറത്തെടുത്ത്, സോ എന്താകും? ഇൻറ്റു 1 പ്ലസ് കൊടുത്തു. ഇവിടെയുള്ള 13നെ നമ്മൾ പുറത്തെടുത്തു, അപ്പോൾ അവിടെയും +1 ഉണ്ടാകും. സോ ഇപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? 13 × 7 × 11 × 1 77 പ്ലസ് ഒരു 1 ഉണ്ട്. That is equal to 13 × 78. ഓക്കെ, സോ 13 × 78 എന്ന് പറയുമ്പോൾ ജസ്റ്റ് മക്കൾസ് നോക്കി, ഇവിടെ 2, ഈ ഒരു എക്സ്പ്രഷനാണ്. ഇതുപോലെ 2 ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ പ്ലസ് ഒക്കെ പോയി, എന്നിട്ട് 2 ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു 1 എപ്പോഴും എല്ലാത്തിനും ഫാക്ടറായിട്ട് ആരുണ്ടാകും? 1ഉം കൂടെ ഉണ്ടാകും. ഈ 78 നമ്മൾ ഇനിയും ഫാക്ടറൈസ് ചെയ്താണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇനിയും എഴുതാനുണ്ട്. പക്ഷെ അത്രയൊന്നും ഇപ്പം നിങ്ങൾ ചെയ്യണ്ട. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ അത്രയും മതി നമുക്ക്. അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? മോർ ദാൻ 2 ഫാക്ടേഴ്സ്, ഹെൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, സോ തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? ഒരു കോമ്പോസിറ്റ് നമ്പറാണ് എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇതേപോലെ നെക്സ്റ്റ് ഇവിടെയുള്ള ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ, പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് തന്നിട്ടുള്ള എക്സ്പ്രഷന് ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്രഷന് കോമ്പോസിറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സംടൈംസ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താകും? കോമ്പോസിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാതിരി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് അല്ല, പ്രൈം ആണെന്നുള്ളത് എഴുതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും കോമ്പോസിറ്റ് ആണെന്ന് എന്തായാലും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെയിം, ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ 5നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ബാക്കി 7 × 6 × 1 × 4 × 3 × 2 × 1 +1. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കൊടുത്തു. എന്നിട്ട് വീണ്ടും 5നെ കൊടുത്തു. ഇനി ഓരോന്നിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. അതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ടാസ്ക്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? ഓരോന്ന് ലൈനായിട്ടുള്ള പോയിക്കോല്ല. നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു മെത്തേഡ് ഏതാണ്? ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, 1 ഒക്കെ വിട്ടേക്ക്, ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, സോ 7 × 6 = 42 വരും. 42 × 4, 42 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 8, 16. സോ 168 വരും. അഗെയിൻ ദാറ്റ് ഈസ് ഇൻറ്റു 3, സോ 24, 4, 2, അഗെയിൻ 2, എത്ര ആകും? 0, 204 ആകും. അങ്ങനെയല്ലേ? സോ 204 എന്ന് പറയുമ്പോൾ, സോറി 2 അല്ല 5 ആണെന്ന് വരിക. 5, ഓക്കെ, 3 + 2 5 ആണ്. സോ 504 എന്ന് വരും. പ്ലസ് ഇതിൻ്റെ കൂടെ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. സോ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10, 0, 8. ഇതാണ് നിങ്ങളുടെ ആൻസർ കിട്ടുന്നത്. സോ 10, 0, 8 എന്നുള്ള ആൻസർ 1008 എന്നുള്ള ആൻസർ പ്ലസ് ഒരു 1 ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ 5 ×
1009 എന്നുള്ള ആൻസർ നമ്മൾ കൊടുത്തു. ഇവിടെയും നമുക്ക് എന്താ കിട്ടിയ മോർ ദാൻ 2 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതിന് ആക്ച്വലി 3 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, ഇൻറ്റു 1 ഉണ്ട്. സോ ഇവിടെ ഈ ഒരു നമ്പർ 1009 എന്നുള്ള നമ്പർ എന്താണ്, ആക്ച്വലി പ്രൈം നമ്പറാണ്. ഓക്കെ, സോ ഇനി ഇതിനെ ഫർദർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നമ്മൾ കാരണം എന്താ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ ആൻസർ. ഈ എക്സ്പ്രഷന് കോമ്പോസിറ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഈ ഒരു രൂപത്തിലാണ് ചെയ്തത്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.